ഹായ് കൂട്ടുകാരെ, ഇത് ഞാൻ മധുരക്കിഴങ്ങ് നട്ടതായിരുന്നേ. 3-4 വള്ളി എടുത്ത് വച്ചതേ ഉള്ളൂ, പക്ഷേ പടർന്നങ്ങ് കയറി കേട്ടോ. മൊത്തത്തിൽ പടർന്നങ്ങ് കയറിയപ്പോൾ ഞാൻ ഒരു 3 മാസത്തോളമായി കേട്ടോ. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ ഇത് എടുക്കാമെന്നാണ് പറയുന്നത്. 3 മാസമായി ഞാൻ ഇത് എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് അങ്ങ് കാട് പോലെ പടർന്നുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പാമ്പോ വല്ലതും എവിടെയും ഉണ്ടോയെന്ന് വിചാരിച്ച് ഞാൻ എടുക്കാനേ പോയില്ല. അപ്പോൾ ഇന്ന് പണിക്കാർ വന്നായിരുന്നേ ഇവിടെ. ഇപ്പോൾ ചെടിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പണിക്കാർ വന്നപ്പോൾ ഞാൻ അവരെ കൊണ്ടൊന്ന് നോക്കിയായിരുന്നു. അവരെല്ലാം മാറ്റിയെടുത്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒന്നും കിട്ടിയില്ല. 1 കിലോയ്ക്കകത്തുള്ള മധുരക്കിഴങ്ങ് കിട്ടിയായിരുന്നു. വേറെ ഇത്രയും വള്ളി അവിടെ കിടന്നതാ. ഈ മാവൊക്കെ തറയിൽ നിർത്തിക്കുന്നുണ്ടോ, അത് ചുറ്റും അങ്ങ് പടർന്നങ്ങ് കയറി മൊത്തത്തിലങ്ങ് ആയി കിടന്നു കേട്ടോ. പക്ഷേ മധുരക്കിഴങ്ങ് ഇല്ലായിരുന്നു. 1 കിലോ കിട്ടിയായിരുന്നു. നല്ല ചുവന്ന മധുരക്കിഴങ്ങാണ് കേട്ടോ. നല്ല കണ്ടാൽ തന്നെ അറിയാം, നല്ല വെന്തിട്ട് നല്ല മധുരം കാണുമ്പോഴേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഇത് ഇത്രയും ഈ കണ്ട അത്രയും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ട് വിളവ് എടുക്കായിരുന്നു കേട്ടോ. അത്ര ഒരു 10-15 കിട്ടിയില്ല കേട്ടോ. ജോലിക്കാരെല്ലാം ഒന്ന് ഞാൻ സംശയം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് താത്തൊന്ന് കുഴിച്ചു നോക്കുമെന്ന് ചോദിച്ചു. അവരെല്ലാം കുഴിച്ചു നോക്കിയിട്ട് പക്ഷേ ഇല്ല. കുഴിച്ചപ്പോൾ ചെറിയ 2-3 കഷ്ണങ്ങളൊക്കെ കിട്ടിയായിരുന്നു. വേറെ ഒന്നും കിട്ടിയിട്ടില്ല അതിനകത്ത്. പിന്നെ പണിക്കാർ അവരുടെ പറഞ്ഞിട്ട് അവരവരുടെ ജോലി നോക്കാൻ പോയായിരുന്നു. കണ്ടു ഇത്രയും കിട്ടിയായിരുന്നു കേട്ടോ അതിനകത്ത്. ഇവിടെ ഈ ഭാഗത്തെല്ലാം വള്ളി പോലെ അങ്ങ് പടർന്ന് കിടന്നതാണ് മൊത്തവും. ഇത്രയും കിടക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇതിൻ്റെ ഇത് വള്ളിയാണ്. മൊത്തം കിടന്നു ചുറ്റും ഒന്ന് മണ്ണ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ, മാവ് പോലും കാണാത്ത രീതിയിൽ മൊത്തത്തിൽ പടർന്ന് കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അവരടുത്ത് പറഞ്ഞ് കുഴിച്ചെടുത്തപ്പോൾ ഇത്രയും കൂടെ കിട്ടി. അല്ലാതെ ഇത്രയും കൂടെ കിട്ടി കേട്ടോ. നല്ല ചുവന്ന കണ്ടോ, നല്ല നാടനാണ്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അല്ലാതെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മൊത്തം റീപ്ലേസ് ചെയ്യാൻ പോവുക. ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. പുതിയ ചെടികളെല്ലാം വയ്ക്കാൻ പോവുകയാണ് ഇവിടെ. ഇപ്പം ഞാൻ എല്ലാം കാണിക്കാം. പലതരത്തിലുള്ള മാവുകൾ നിൽക്കുന്നുണ്ട് ഇവിടെ. മാങ്ങ വന്നായിരുന്നു കേട്ടോ. ഒരു 10-15 മാങ്ങ കിട്ടിയായിരുന്നു. നല്ല മധുരമുള്ള മാങ്ങകൾ, നീലമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് മങ്കോസ്റ്റിനാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. ഇത് മങ്കോസ്റ്റിൻ, ഇത് റംബൂട്ടനാണ്. ഇപ്പോൾ ഈ കാണാൻ പോകുന്ന റംബൂട്ടൻ. ഇതൊരു വല്ലാതെ നിൽക്കുക. ജോലിക്കാരുണ്ട്. അപ്പോൾ അവർ ഇത് ആൾക്കാരുണ്ട്, ഈ ചെടിയുടെ ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ചെടികളെല്ലാം വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം പുതിയതായിട്ട് റീപ്ലേസ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെക്കുന്ന ചെടി. ഇത്രയും ചെടികൾ ഇവിടെ നിന്നതാണ്. ഈ സ്ഥലത്ത് ഇതെല്ലാം നിന്നതാണ്, വച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ എല്ലാം മാറ്റി ഒന്നേന്ന് എല്ലാം പുതിയ ചെടികളെല്ലാം വെച്ച് ഇത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാന്നുള്ള രീതിയിലെല്ലാം മാറ്റി കേട്ടോ. ആ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നതെല്ലാം ഞാൻ വെച്ചതാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ തൂക്കിയിട്ടതാണ്. അതെല്ലാം നല്ല പൊടിച്ച് നിൽപ്പുണ്ട്. ഇത്തിരി ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്തിരി വെയിലൊക്കെ ആയിരുന്നില്ലേ, ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. പക്ഷേ വെള്ളം അത്ര കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം മാങ്ങയാണ്. അവിടെ ചെടിച്ചട്ടി ഇരുന്ന മാവെല്ലാം തറയിലാക്കിയതാണ്. പക്ഷേ തറയിൽ വെച്ചതിന് ശേഷം അത് വന്നത് കേട്ടോ. കണ്ടോ. ഇനി പുതിയതായി ഞാൻ വെച്ചിട്ട് എല്ലാം കാണിക്കാം കേട്ടോ. ഈ ചെടികളെല്ലാം ഞാൻ വെച്ചിട്ട്